തലസ്ഥാനത്ത് മകളെ അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പിതാവ് പ്രതിയുടെ കാല് അടിച്ചൊടിച്ച സംഭവത്തിൽ അതീവ നാടകീയമായ വശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം പോത്തൻകോടാണ് 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച 40 വയസ്സുകാരനായ അയൽവാസിയെ പെൺകുട്ടിയുടെ പിതാവ് തടിക്കഷ്ണം കൊണ്ട് അടിച്ചു വീഴ്ത്തിയത്. ആക്രമണത്തിൽ പ്രതിയുടെ കാൽ ഒടിഞ്ഞിട്ടുണ്ട്. എന്നാൽ മുൻവൈരാഗ്യം മൂലം തന്നെ മർദ്ദിച്ചതാണെന്ന് കാണിച്ച് പ്രതി നൽകിയ പരാതിയിൽ പെൺകുട്ടിയുടെ പിതാവിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കുട്ടിയുടെ മൊഴി പുറത്തു വന്നതോടെ സംഭവത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം പോത്തൻകോട് നടന്ന ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഒരു പിതാവിന് തന്റെ മകളുടെ സുരക്ഷയ്ക്കായി നിയമം കയ്യിലെടുക്കേണ്ടി വന്നെന്നുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാടിന് നടുക്കി ഈ സംഭവം അരങ്ങേറുന്നത്. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം നോക്കി 13 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ അയൽവാസി നടത്തിയ ക്രൂരമായ അതിക്രമവും അതിനെ തുടർന്ന് മകളെ രക്ഷിക്കാൻ പിതാവ് നടത്തിയ ജീവൻ മരണ പ്രതിരോധവുമാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. 40 വയസ്സുകാരനായ അയൽവാസി കുട്ടിയെ തന്ത്രപൂർവ്വം തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ തിങ്കളാഴ്ച പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം നോക്കിയാണ് ഈ 40-കാരൻ 13 വയസ്സുകാരിയെ തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്. അയാളുടെ വീട്ടിലെത്തിയ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ലൈംഗികമായി പീഡിപ്പിക്കാനും ആക്രമിക്കാനും അയാൾ ക്രൂരമായ ശ്രമം നടത്തുകയായിരുന്നു. മകൾക്ക് നേരെ അയൽവാസിയുടെ വീട്ടിൽ അതിക്രമം നടക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പെൺകുട്ടിയുടെ പിതാവ് അവിടെ എത്തുന്നത്. തന്റെ മകളെ അയൽവാസി ക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പിതാവ് നേരിട്ട് കാണുകയായിരുന്നു. മകൾ അതീവ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ പിതാവ് ഒട്ടും സമയം കളയാതെ പ്രതിയുടെ കൈകളിൽ നിന്ന് കുട്ടിയെ മോചിപ്പിക്കാൻ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. മകളെ രക്ഷിക്കാൻ പെൺകുട്ടിയുടെ പിതാവിനെ അവിടെയുണ്ടായിരുന്ന വസ്തു ആയുധമാക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മകളെ അതിക്രമത്തിൽ നിന്ന് ഉടനടി രക്ഷപ്പെടുത്താൻ മറ്റു മാർഗങ്ങളൊന്നും കാണാതെ വന്നതോടെ പിതാവ് ശക്തമായി പ്രതികരിച്ചു. സമീപത്തുണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം കൈക്കലാക്കിയ പിതാവ് അതുപയോഗിച്ച് പ്രതിയെ ശക്തമായി അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ആടിയുടെ ആഘാതത്തിൽ 40-കാരനായ പ്രതിയുടെ കാലൊടിഞ്ഞു. പെൺകുട്ടിയുടെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ പിതാവ് നടത്തിയ ശക്തമായ പ്രതിരോധത്തിന് പിന്നാലെ ഈ കേസിൽ അതീവ നാടകീയമായ ഒരു വഴിത്തിരിവാണ് പിന്നീടുണ്ടായത്. താൻ ചെയ്ത അതിക്രൂരമായ കുറ്റകൃത്യം മറച്ചുവെക്കാനും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി 40-കാരനായ പ്രതി പോലീസിനെ മുൻപിൽ നിർത്തി വലിയൊരു ചതിക്കൊരുങ്ങുകയായിരുന്നു. സ്വന്തം മകളുടെ മാനവും ജീവനും രക്ഷിച്ച പിതാവ് ഒടുവിൽ പ്രതിയുടെ വ്യാജ പരാതിയിൽ അഴിക്കുള്ളിലാകുന്ന അവിശ്വസനീയമായ സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. പിതാവിന്റെ തടിക്കഷ്ണം കൊണ്ടുള്ള അടിയിൽ കാലൊടിഞ്ഞ് പരിക്കേറ്റ പ്രതി ആശുപത്രിയിലായതിന് പിന്നാലെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പിതാവിന് തന്നോട് മുൻവൈരാഗ്യമുണ്ടെന്നും അതിന്റെ പേരിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചതാണെന്നും ആരോപിച്ച് 40-കാരനായ അയൽവാസി പോലീസിന് പരാതി നൽകി. താൻ 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ ആരുമില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന അതീവ ഗുരുതരമായ വസ്തുത പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ടായിരുന്നു പ്രതിയുടെ ഈ നാടകം. പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാതി അതീവ ഗൗരവത്തോടെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് കണ്ടത്. ഈ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോത്തൻകോട് പോലീസ് പെൺകുട്ടിയുടെ പിതാവിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി പിതാവിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. മകളെ രക്ഷിക്കാൻ ശ്രമിച്ച ആ പിതാവ് കുറ്റവാളിയുടെ കള്ളപ്പരാതിയിൽ തടവറയിലാകുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ നിയമത്തിന്റെ കണ്ണുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രതിയുടെ ഈ ഒളിച്ചുകളിക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. പിതാവിന്റെ അറസ്റ്റിന് ശേഷമാണ് അയൽവാസി കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അച്ഛൻ പ്രതിയെ മർദ്ദിച്ചതെന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ കള്ളക്കഥകൾ പൂർണ്ണമായും പൊളിയുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. യഥാർത്ഥ വിവരങ്ങൾ ബോധ്യപ്പെട്ടതോടെ പോലീസ് പെൺകുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 40-കാരനായ അയൽവാസിക്കെതിരെ പോത്തൻകോട് പോലീസ് ഇപ്പോൾ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പെൺകുട്ടിയുടെ പിതാവിന്റെ അടിയിൽ കാലൊടിഞ്ഞ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പോക്സോ കേസിലെ പ്രതി. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാകുന്നതോടെ അറസ്റ്റ് ഔദ്യോഗികമായി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് പോത്തൻകോട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മകളെ രക്ഷിക്കാൻ നിയമം കയ്യിലെടുക്കേണ്ടി വന്ന പിതാവിന് നേരെയുണ്ടായ ആദ്യ നടപടിയും അതിന് പിന്നാലെ പ്രതിക്കെതിരെ പോക്സോ ചുമത്തിയതുമെല്ലാം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്.